ഹലോ ഫ്രണ്ട്സ്, ഞാൻ ട്രിപ്സ് ആൻഡ് ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അകാല നരയാണ്, നരച്ചുമുടിയാണ് നിങ്ങളുടെ പ്രശ്നം. ഈ കെമിക്കലൊന്നും മേടിച്ചടിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ട് മുടി കറുപ്പിക്കാൻ ഈ ഒരു കഞ്ഞിവെള്ളം മാത്രം മതി. കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു നുള്ളൊരു സാധനം കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ് നമ്മുടെ മുടിക്ക് കിട്ടുന്നത്. നല്ല പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ആരും കളയരുത്, എടുത്ത് വെച്ചോളൂ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നരച്ചുമുടിനെയും കറുപ്പിക്കാനും അതുപോലെ തന്നെ മുടി നല്ല ആർത്തി കിളുക്കാനും ഡാൻഡ്രഫ് പോകാനും സ്കാൽപ്പ് നല്ല ക്ലീൻ ആകാനും കണ്ടീഷണറായിട്ട് ഉപയോഗിക്കാൻ എല്ലാം വളരെ നല്ലൊരു ടിപ്പാണിത്. അതിലേക്ക് മല്ലിയിലയാണ് നമുക്ക് വേണ്ട. ഒരു പിടി മല്ലിയിലയും കുറച്ച് കഞ്ഞിവെള്ളവും മാത്രം മതി. അപ്പോൾ മല്ലിയില കൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ മുടിയെ കറുപ്പിച്ചെടുക്കാനും നല്ല സിൽക്കി ആക്കി എടുക്കാനും സഹായിക്കുന്ന കണ്ടു നോക്കാം. മല്ലിയില നല്ലപോലെ വിഷാംശങ്ങളൊക്കെ ഉള്ളത് കാരണം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കേണ്ട അത്യാവശ്യമാണ്. അതിനുശേഷം നമുക്ക് ആ പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില, ഒരുപാടൊന്നും ഇടേണ്ട, ഒറ്റ പിടിയെ എടുത്ത പോലെ തന്നെ മല്ലിയില എടുത്ത പോലെ തന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് കുറച്ച് നേരം അടച്ച് വെക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറയിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അടച്ചെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ മല്ലിയില 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ നരച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ എടുക്കുക. ഈ കഞ്ഞിവെള്ളത്തിൽ കൊണ്ട് തന്നെ ആയിരിക്കണം, പച്ചവെള്ളം ഇതിൻ്റെ തൊഴിക്കുകയേ വേണ്ട. നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നിങ്ങൾ ഇതുപോലെ ബൗളുകളിലൊന്നും ആക്കി വെക്കരുത്. നമുക്കിത് ഇരുമ്പ് ചട്ടിയിലാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പം ഇത് കണ്ടില്ലേ, ഒന്ന് അടിച്ച പോലെ നമുക്ക് എടുക്കേണ്ട. നല്ലപോലെ ഇത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഇരുമ്പ് ചട്ടിയാണ് എടുക്കുക. ഇരുമ്പ് ചട്ടിയിലാകുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ല കറുകറുത്ത കളർ കിട്ടാൻ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കെമിക്കലൊക്കെ മേടിച്ചടിക്കുന്ന പോലെ കറുത്തില്ലെങ്കിൽ നമ്മൾ ആഴ്ച 2 ദിവസം 2 പ്രാവശ്യം നിങ്ങളിത് ചെയ്യുവാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം എല്ലാവരും ആഴ്ച 2 പ്രാവശ്യം ചെയ്ത് നോക്കും, 2 ദിവസം ചെയ്ത് നോക്കും. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ അടച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് നെല്ലിക്കാപ്പൊടിയോ നീലമരിപ്പൊടിയോ അങ്ങനെ ഇങ്ങനെ ഒരു കാര്യങ്ങളും വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ഡാർക്ക് കളറിലേക്ക് കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റിന് അടച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം എടുത്ത് നോക്കിക്കുക. നല്ലപോലെ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുക്കി ഈ ഒരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നല്ല രീതിയിൽ തന്നെ ഡാർക്ക് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരം രാത്രി ഓവർനൈറ്റ് ഫുള്ള് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമ്മുടെ എണ്ണ ഇല്ലാത്ത മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. കണ്ടില്ലേ, ഈ മുടിക്ക് നല്ലപോലെ കറിവേപ്പിലയുടെ കളർ ബ്ലാക്ക് കളറാകും നമ്മുടെ മുടി. അതുപോലെ തന്നെ നമ്മുടെ മല്ലിയില മുടി നല്ല സിൽക്കി ആക്കാനും നല്ലപോലെ സ്കാൽപ്പ് ക്ലീൻ ആകാനും അതുപോലെ തന്നെ നല്ലപോലെ മുടിക്ക് ആർത്തി കേൾക്കാനും സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയുടെ ടിപ്പുകളോട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.